സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമാണ് മണിച്ചിത്രത്താഴ്. സിനിമയിലെ ഗംഗയെയും സണ്ണിയെയും രാമനാഥനെയും ഒന്നും ആരാധകർ മടക്കാനിടയില്ല. ചിത്രം ഇറങ്ങിയിട്ട് 25 വർഷം പൂർത്തിയാകുമ്പോൾ സിനിമയിലെ നാഗവല്ലി എന്ന ചിത്രത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ഹിറ്റുകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. മാടമ്പള്ളിയിലെ നാഗവല്ലിയെയും ഗംഗയെയും ഡോക്ടർ സണ്ണിയെയും നകുലിനെയും ശ്രീദേവിയെയും ഒന്നും മലയാളിക്ക് മറക്കാനാവാത്ത വിധം ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ്. ടെലിവിഷനിൽ ചിത്രം വരുമ്പോൾ എത്ര കണ്ടിട്ടും മടുക്കാതെ മലയാളി ഇന്നും സ്ക്രീനിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന കാഴ്ചയെ വിസ്മയകരം എന്നേ വിശേഷിപ്പിക്കാനാവൂ. ഈ ഡിസംബറിൽ ചിത്രം ഇറങ്ങിയിട്ട് 25 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ചിത്രത്തിന് 25 വർഷം പൂർത്തിയാകുമ്പോൾ ആരാധകരുടെ വളരെ നാളായുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ. സിനിമയിലെ നാഗവല്ലിയുടെ ചിത്രത്തിലുള്ള മോഡലിനെ കുറിച്ചാണ് ഫാസിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയിലെ നാഗവല്ലിയുടെ ചിത്രം വളരെ ആഴത്തിലാണ് സിനിമാ പ്രേക്ഷകരുടെ ഉള്ളിൽ പതിഞ്ഞത്. എന്നാൽ അതൊരു മോഡലല്ലെന്നും ഒരു കലാകാരൻ തന്റെ ഭാവന പ്രകാരം വരച്ച ചിത്രമാണ് അതെന്നുമാണ് ഫാസിൽ പറയുന്നത്. വരച്ചയാളുടെ പേര് മറന്നുപോയെന്നും ഫാസിൽ പറയുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരവും ശോഭനയെ തേടിയെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രം 25 വർഷം പൂർത്തിയാകുന്നതിന്റെ സന്തോഷം പങ്കുവെച്ച് ശോഭന ഫേസ്ബുക്കിൽ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.